ഹലോ ഡിയേഴ്സ്, ക്ലാസ് ഫോർ മാത്സ് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 5ാമത്തെ യൂണിറ്റ് നേരമായി. ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റിൽ തന്നെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ? എന്താണ്? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ്? സമയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? റോക്കറ്റ് വിക്ഷേപിക്കുന്നതാണ്. റോക്കറ്റ് വിക്ഷേപണമാണ്. അപ്പോൾ 3:30 റോക്കറ്റ് വിടും. റോക്കറ്റ് വിക്ഷേപിക്കുന്നത് 3:30 ഇപ്പോൾ എത്രയാണ് സമയം? 11:15 സമയം. ഇവിടെ ക്ലോക്കിലും 11:15, അതായത് 11:15 കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ടീച്ചർ ചോദിക്കുന്നത്? റോക്കറ്റ് വിടാൻ ഇനി എത്ര സമയമുണ്ട്? അപ്പോൾ റോക്കറ്റ് വിടുന്നത് 3:30 ഇപ്പോൾ സമയം 11:15. അപ്പോൾ ഇനി എത്ര സമയമുണ്ട് റോക്കറ്റ് വിടാൻ വേണ്ടി? 11:15 എന്താകണം? 11:15 11:30 ആകാൻ വേണ്ടി, അതായത് ഈ 3ൻ്റെ അടുത്തുനിന്ന് മിനിറ്റ് സൂചി 6ൻ്റെ അടുത്തേക്ക് എത്തണം അല്ലേ? അപ്പം എത്ര മിനിറ്റ് വേണം? 15 മിനിറ്റ് കൂടണം അല്ലേ? 11:15 കൂടെ 11:15 കൂടെ 15 മിനിറ്റും കൂടെ കൂടുമ്പോഴാണ് 11:30 ആവുക അല്ലേ? ഇനി ഈ 11:30 3:30 ആവേണ്ടത് അല്ലേ? റോക്കറ്റ് വിക്ഷേപിക്കുന്നത് 3:30. അപ്പോൾ 11:30 മുതൽ 3:30 വരെ എത്ര മണിക്കൂറാണുള്ളത്? 11:30 12:30 ആകും. അപ്പോൾ 1 മണിക്കൂർ കൂടി. 12:30 1:30, 2 മണിക്കൂർ കൂടി. 1:30 2:30 3 മണിക്കൂർ കൂടി. 2:30 3:30 അല്ലേ? അപ്പോൾ 4 മണിക്കൂറാണ് വേണ്ടത് അല്ലേ? 11:30 മുതൽ 3:30 വരെ 4 മണിക്കൂർ. ഇനി 11:15 മുതൽ 11:30 ആക്കാൻ വേണ്ടി നമ്മൾക്ക് എത്ര കിട്ടി? 15 മിനിറ്റ് അല്ലേ? അപ്പോൾ ആകെ 11:15 മുതൽ 3:30 വരെ എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ്? 4 മണിക്കൂർ 15 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നിധിയുടെ വീട്ടിൽ. അപ്പോൾ ഇവിടെ സമയം 9:15 കാണിച്ചിരിക്കുന്നുണ്ട്. അമ്മ എന്താണ് പറയുന്നത്? നിധി ഒരുങ്ങി കഴിഞ്ഞോ? സ്കൂൾ ബസ് വരാൻ 15 മിനിറ്റേ ഉള്ളൂ അല്ലേ? അപ്പോൾ 9:15 ഇനി സ്കൂൾ ബസ് വരാൻ വേണ്ടി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എത്രയാകും? സ്കൂൾ ബസ് എത്ര മണിക്കായിരിക്കും എത്തുക? 9:15 കൂടെ 15 മിനിറ്റും കൂടെ കൂടിക്കഴിഞ്ഞാൽ 9:30 സ്കൂൾ ബസ് എത്തുന്നത്. അപ്പം നിധിയുടെ സ്കൂൾ ബസ് എത്തുന്ന സമയം ക്ലോക്കിൽ വരക്കൂ. എങ്ങനെ വരക്കാം? എത്ര മണിക്കാണ് സ്കൂൾ ബസ് എത്തുന്നത്? 9:30 അല്ലേ? 9:15 അതിൻ്റെ കൂടെ 15 മിനിറ്റ് കൂട്ടി. അപ്പോൾ 9:30 സ്കൂൾ ബസ് എത്തുന്നത്. അതെങ്ങനെ നമ്മൾക്ക് ക്ലോക്കിൽ വരക്കാം? 9ൻ്റെയും 10ൻ്റെയും നടുക്ക് മണിക്കൂർ സൂചി വരയ്ക്കുക. പിന്നെ 6ൻ്റെ അടുത്ത് മിനിറ്റ് സൂചി വരും അല്ലേ? അപ്പോൾ എത്രയാണ് സമയം? 9:30 9:30. നെക്സ്റ്റ് നിധിയുടെ സ്കൂൾ. ഡിജിറ്റൽ ക്ലോക്കിൽ നോക്കൂ. അപ്പോൾ ഡിജിറ്റൽ ക്ലോക്കിൽ ആദ്യം മണിക്കൂർ ഉണ്ടാകും, പിന്നെ മിനിറ്റ് ഉണ്ടാകും, പിന്നെ സെക്കൻഡ് ഉണ്ടാകും. അപ്പോൾ 9 മണിക്കൂറാണ്, 29 മിനിറ്റ് 52 സെക്കൻഡ്. ഇങ്ങനെയാണ് ഡിജിറ്റൽ ക്ലോക്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ 9 29 52 സെക്കൻഡാണ്. പിന്നെ എന്തായി? 52 സെക്കൻഡ് 53 സെക്കൻഡായി, 54 സെക്കൻഡായി, 55 സെക്കൻഡായി, 56 സെക്കൻഡായി, 57 58 59. അപ്പോൾ 59 സെക്കൻഡ് കഴിഞ്ഞാൽ, അതായത് 60 സെക്കൻഡ് കൂടിക്കഴിഞ്ഞാലാണ് 1 മിനിറ്റ് ആവുക അല്ലേ? അപ്പം 59 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ 60ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റായി. അപ്പോൾ എന്ത് ചെയ്തു? ഈ 29ൻ്റെ കൂടെ ഒന്ന് കൂടി. അപ്പം 9:30 മാറി അല്ലേ? നെക്സ്റ്റ് എന്താണ്? 9:30 1 സെക്കൻഡ്. 9 മണിക്കൂർ 30 മിനിറ്റ് പിന്നെ 1 സെക്കൻഡ്. നെക്സ്റ്റ് എന്തായി? 9:30 2 സെക്കൻഡായി. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ എന്താ എഴുതേണ്ടത്? 9:30 3, 9:30 4, 9:30 5, 9:30 6. ഓക്കെ, ഡിജിറ്റൽ ക്ലോക്കിലെ അടുത്ത സമയം നിങ്ങൾ എഴുതൂ. ഡിജിറ്റൽ ക്ലോക്ക് നമ്മൾ എഴുതിയല്ലോ. മുകളിലെ ചിത്രത്തിലെ സമയം ശ്രദ്ധിച്ചോ? എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ഇവിടുന്ന്? 9:29 59 സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം എത്രയാണ്? 9:29 കഴിഞ്ഞിട്ട് 59 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിൽ പിന്നെ 60 സെക്കൻഡാണ് അല്ലേ? 60 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? 1 മിനിറ്റാണ് അല്ലേ? 60 സെക്കൻഡ് കൂടിക്കഴിഞ്ഞാൽ 1 മിനിറ്റാണ്. അപ്പോൾ ഈ 9:29 59 സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1 സെക്കൻഡ് കൂടെ കൂട്ടുമ്പോൾ എന്താകും? 9:30 00 സെക്കൻഡ് ആകും അല്ലേ? 29 മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം നോക്കൂ. എത്രയാണ്? 30 മിനിറ്റ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയത്? 60 സെക്കൻഡ് കൂടിക്കഴിഞ്ഞാൽ 1 മിനിറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി സെക്കൻഡും മിനിറ്റും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കിവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് എവിടെയാണ്? അറ്റത്താണ് ഉണ്ടാവുക അല്ലേ? 58 59 ഒക്കെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. മിനിറ്റ് എവിടെയാണ് ഉണ്ടാവുക? സെക്കൻഡിൻ്റെ തൊട്ട് മുമ്പേയുള്ള പ്ലേസ് ആണ് മിനിറ്റിൻ്റെ പ്ലേസ്. അപ്പോൾ ഇവിടെ 1 ആയി അല്ലേ? ഇവിടെ എത്രയാണ്? 1 മിനിറ്റും 1 സെക്കൻഡുമാണ്. അതായത് സെക്കൻഡിൻ്റെ പ്ലേസിൽ 1ഉം മിനിറ്റിൻ്റെ പ്ലേസിൽ 1ഉമാണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിധി സ്കൂളിലെത്തിയ സമയം നോക്കൂ. എത്രയാണ്? 9:40 സ്കൂളിലെത്തിയത്. സ്കൂളിലെത്താൻ നിധി എത്ര സമയം യാത്ര ചെയ്തു? അപ്പം വീട്ടിൽ നിന്ന് എത്ര മണിക്കാണ് വിട്ടത്? 9:30 വിട്ടത് അല്ലേ? അപ്പോൾ എത്ര സമയമാണ് യാത്ര ചെയ്തത്? 10 മിനിറ്റ് യാത്ര ചെയ്തു അല്ലേ? നടത്ത മത്സരം എപ്പോൾ തുടങ്ങും? ഇപ്പോൾ സമയം 9:45. നടത്ത മത്സരം 10:30 തുടങ്ങുന്നത്.
അങ്ങനെ നടത്ത മത്സരം ആരംഭിച്ചു. നടത്ത മത്സരം ആരംഭിച്ച സമയമാണ് ഡിജിറ്റൽ ക്ലോക്കിൽ, അതായത് 10:30 മത്സരം ആരംഭിച്ചു. കുട്ടികൾ 100 മീറ്റർ നടന്നെത്തിയ സമയം നോക്കൂ. മിലി നടന്നെത്തിയത് 10:31:32 എത്തിയത്. തനു 10:31:25, സായ 10:31:12, നിധി 10:31:29, അയന 10:31:15 നടന്നെത്തി അല്ലേ. ഇനി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് എങ്ങനെ അറിയാം? എങ്ങനെയാണ് ഇതിൽ ഒന്നാം സ്ഥാനം അറിയുക? അതായത് ഫസ്റ്റിൽ നടന്നെത്തുക, സ്പീഡിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ നടന്നെത്തിയവരാണ് ഫസ്റ്റ് ആവുക അല്ലേ. അപ്പോൾ സ്പീഡിൽ നടന്നു എന്ന് പറയുമ്പോൾ 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും കുറവ് സമയം കൊണ്ട് എത്തിച്ചേർന്നവരാണ് ഫസ്റ്റ് ആവുക. ഇതിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് എത്തിച്ചേർന്ന സയയാണ് അല്ലേ. 10:31:12 സയ നടന്നെത്തി. അപ്പോൾ സയയാണ് ഒന്നാം സ്ഥാനം, സയക്കാണ് ഒന്നാം സ്ഥാനം കിട്ടുക അല്ലേ. 1 മിനിറ്റും 12 സെക്കൻഡും മാത്രമേ നടക്കാൻ വേണ്ടി എടുത്തുള്ളൂ. അതായത് 10:30 സ്റ്റാർട്ട് ചെയ്ത് 10:30 സ്റ്റാർട്ട് ചെയ്തു, 10:31:12 എത്തി. അതായത് 1 മിനിറ്റും 12 സെക്കൻഡും മാത്രമേ നടക്കാൻ വേണ്ടി എടുത്തുള്ളൂ. മിലി സമയം എത്രയാണ്? മിലി എവിടെയുണ്ട്? 10:31:32 എത്തിയത് അല്ലേ. അപ്പം നടന്നെത്തിയ സമയം എത്രയാണ്? 10 മണി 31 മിനിറ്റ് 32 സെക്കൻഡ്. എത്ര സമയമെടുത്തു? എത്ര സമയമാണ് എടുത്തത്? മിലി ഇവിടെ ഉണ്ടല്ലേ, 10:31:32 അല്ലേ. അപ്പോൾ എത്ര സമയമാണ് എടുത്തത്? 30 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 1 മിനിറ്റും 32 സെക്കൻഡും. 1 മിനിറ്റ് 32 സെക്കൻഡ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നടന്നു തീർത്തത് ആരാണ്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നടന്ന് തീർത്തത് ആരാണ്? സയ തന്നെയാണ് അല്ലേ. സയക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്. അപ്പം എത്ര സമയമെടുത്തു? 1 മിനിറ്റും 12 സെക്കൻഡും അല്ലേ. മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടിയവരുടെ പേര് ക്രമത്തിൽ എഴുതുക. ഒന്നാം സ്ഥാനം സയക്കാണ്. രണ്ടാം സ്ഥാനം ആർക്കായിരിക്കും? അയന അല്ലേ. മൂന്നാം സ്ഥാനം 25 വരുന്നത് തനു. നെക്സ്റ്റ് പ്രവർത്തനം സാറ്റ് കളിയാണ്. അത് നിങ്ങൾ കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 50 വരെ എണ്ണിയിട്ട് എണ്ണാൻ എത്ര സമയം എടുത്തു അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എൻ്റെ സമയം. നിങ്ങൾക്ക് 1 മിനിറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതൂ. അതായത് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട്, അപ്പോൾ 1 മിനിറ്റ് എന്താണ് നിങ്ങൾ അറിയണം. 1 മിനിറ്റ് എത്രയാണ്? 60 സെക്കൻഡ് കൂടിയതാണ് 1 മിനിറ്റ്. 60 സെക്കൻഡ് കൂടിയതാണ് 1 മിനിറ്റ്. അപ്പോൾ 60 സെക്കൻഡ് എത്രയാണ്? 1 സെക്കൻഡ് എത്രയാണ്? ഏകദേശം നിങ്ങൾ 1 എന്ന് എണ്ണുന്ന സമയമാണ് 1 സെക്കൻഡ്. അപ്പം 60 സെക്കൻഡ് എത്രയായിരിക്കും? ഏകദേശം നിങ്ങൾക്ക് 60 വരെ എണ്ണാൻ പറ്റുന്ന സമയം. ആ സമയം ഉണ്ടല്ലോ, അത്ര സമയം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. സിമ്പിളായിട്ട് ചിത്രം വരക്കാം. അപ്പോൾ എന്തൊക്കെ എഴുതാം? ചിത്രം വരക്കാം, ഡ്രസ്സ് ധരിക്കാം, കുറച്ച് ദൂരം നടക്കാം, ഓടാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ എഴുതുക. നെക്സ്റ്റ് നടക്കാം സമയം നോക്കാം. ക്ലാസ്സിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഒരു വട്ടം നടക്കൂ. നടക്കാനെടുത്ത സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണക്കാക്കൂ. അത് നിങ്ങളോട് ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞ ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിങ്ങൾ നടക്കുക. നിങ്ങൾ നടക്കാൻ എടുത്ത സമയം സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നിങ്ങൾ കണക്കാക്കുക. അതായത് നിങ്ങൾക്ക് സമയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടി തരുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് വട്ടം ചുറ്റാം. വട്ടം ചുറ്റുന്നേ, മണിക്കൂർ സൂചി ചുറ്റുന്നേ, 2 വട്ടം ചുറ്റിയിടിൽ പൂർത്തിയാകും ദിനമൊന്ന്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ദിനം പൂർത്തിയാകാൻ വേണ്ടി മണിക്കൂർ സൂചി 2 തവണ ചുറ്റുന്നുണ്ട് അല്ലേ. ക്ലോക്കിലുള്ള മണിക്കൂർ സൂചി ഒരു ദിവസം പൂർത്തിയാകാൻ വേണ്ടി 2 തവണ ചുറ്റുന്നു. അതായത് ഇതാണ് ക്ലോക്ക്. അപ്പോൾ മണിക്കൂർ സൂചി ഏറ്റവും ചെറിയ സൂചി രാത്രി 12 മണിയാണ്. രാത്രി 12 മണി മുതൽ ഇവിടുന്ന് തുടങ്ങി മണിക്കൂർ സൂചി ഇങ്ങനെ കറങ്ങി വന്ന് ഉച്ചക്ക് 12 മണിയാകുമ്പോഴേ ഒരു തവണ ചുറ്റി അല്ലേ. നെക്സ്റ്റ് ഉച്ചക്ക് 12 മണിയാകുമ്പോഴേ ഒരു ദിവസം ആയില്ല, പകുതി ദിവസം മാത്രമേ ആയുള്ളൂ 12 മണിക്കൂർ. നെക്സ്റ്റ് ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഉച്ചക്ക് 12 മണിയിൽ നിന്ന് വീണ്ടും തുടങ്ങി എന്ത് ചെയ്യുക? രാത്രി 12 മണിയിൽ എത്തുമ്പോഴാണ് ഒരു ദിവസം ആകുന്നത്. അപ്പോൾ എത്ര തവണ ചുറ്റി? 2 തവണ ചുറ്റി അല്ലേ. 24 മണിക്കൂറാകാൻ വേണ്ടി 2 തവണ ചുറ്റുന്നുണ്ട്. 24 മണിക്കൂറാണ് ഒരു ദിവസം. അതേപോലെ വട്ടം ചുറ്റുന്ന മിനിറ്റ് സൂചി ചുറ്റുന്ന എത്ര വട്ടം ചുറ്റണം പൂർത്തിയാകാൻ ദിനമൊന്ന്. ഈ മിനിറ്റ് സൂചി ക്ലോക്കിലുള്ള മണിക്കൂർ സൂചിയാണ് 2 തവണ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിറ്റ് സൂചി ക്ലോക്കിൽ എത്ര തവണയാണ് റൗണ്ട് ചുറ്റുന്നത്? ചുറ്റും ഒരു വട്ടം എന്ന് പറയുമ്പോൾ 12 തുടങ്ങി വീണ്ടും 12 എത്തുക. അങ്ങനെ മിനിറ്റ് സൂചി എത്ര തവണ ഒരു ദിവസം പൂർത്തിയാകാൻ വേണ്ടി എത്ര തവണ കറങ്ങുന്നുണ്ട് അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നോക്കാം. അപ്പോൾ ക്ലോക്കിൽ 3 സൂചി ഉണ്ടാകും അല്ലേ. ഒന്ന് ചെറിയ സൂചി, അതാണ് മണിക്കൂർ സൂചി. തടിച്ച ചെറിയ സൂചി മണിക്കൂർ സൂചി. പിന്നെ അതിനേക്കാളും കുറച്ച് കൂടി നീട്ടം കൂടിയ സൂചി, കുറച്ചുകൂടി മെലിഞ്ഞതായിരിക്കും, അതാണ് മിനിറ്റ് സൂചി. പിന്നെ എന്താണ്? സെക്കൻഡ് സൂചി ഏറ്റവും മെലിഞ്ഞ സൂചി ഉണ്ടാവും അല്ലേ, കുറച്ച് ഏറ്റവും വലിയ നീട്ടമുള്ളത്, അതാണ് സെക്കൻഡ് സൂചി. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് മിനിറ്റ് സൂചി എത്ര തവണ കറങ്ങുന്നു എന്നാണ് കാണേണ്ടത്. ഇത് മിനിറ്റ് സൂചിയാണ്. 12 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മിനിറ്റ് സൂചി ഇങ്ങനെ കറങ്ങി വന്ന് വീണ്ടും 12 എത്തുമ്പോഴേ 1 മണിക്കൂർ ആയതേ ഉള്ളൂ അല്ലേ. അതായത്
60 മിനിറ്റ് കൂടിയതാണ് 1 മണിക്കൂർ. 60 മിനിറ്റ് കൂടിയാലാണല്ലോ 1 മണിക്കൂർ. അപ്പം ഒരു തവണ ചുറ്റുമ്പോൾ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. 24 മണിക്കൂറാണ് ഒരു ദിവസം അല്ലേ? അപ്പോൾ ഒരു തവണ ചുറ്റുമ്പോൾ 1 മണിക്കൂറായി. അപ്പം 24 മണിക്കൂറാകാൻ വേണ്ടി മിനിറ്റ് സൂചി എത്ര തവണ ചുറ്റണം? 24 തവണ ചുറ്റണം. 24 തവണയാണ് ചുറ്റേണ്ടത് അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? ഒരു ദിവസം പൂർത്തിയാകാൻ വേണ്ടി മിനിറ്റ് സൂചി 24 തവണയാണ് ചുറ്റേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോണർ. തന്നിരിക്കുന്ന സംഖ്യ നോക്കൂ. 101 എന്നുള്ള സംഖ്യ തന്നിട്ടുണ്ട്. സംഖ്യയിൽ ഏതെങ്കിലും 2 വര മാത്രം മാറ്റി വരച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്താണ്? അപ്പോൾ ഈ സംഖ്യയിലേക്ക് 2 വര നിങ്ങൾ മാറ്റണം. ഇതൊക്കെ വരകൾ വെച്ചിട്ടാണ് ഈ സംഖ്യ ഉണ്ടാക്കിയത്. അപ്പോൾ 2 വരകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഡിജിറ്റൽ ക്ലോക്കിലൊക്കെ ടൈം ഇങ്ങനെയാണ് ഉണ്ടാവുക, വരകൾ വെച്ചിട്ടാണ്. അപ്പോൾ സമയം മാറുന്നത് ഇങ്ങനെ ഓരോരോ വരകളുടെ സ്ഥാനം മാറ്റിയിട്ടാണ്, അല്ലാതെ എഴുത്ത് മാറ്റുന്നതല്ല. ക്ലോക്കിലൊക്കെ ഡിജിറ്റൽ ക്ലോക്കിൽ ഇങ്ങനെയാണ് ടൈം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലത്തെ 2 വരകൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ 101 എന്നുള്ള സംഖ്യ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കുക. ഇതിലുള്ള 2 വരകൾ മാത്രം മാറ്റണം. ഇതിപ്പോൾ കുറേ വരകളായിട്ടാണ് ഞാൻ 101 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 2 വരകൾ മാറ്റാൻ പോവുകയാണ്. ഒരു വര മാറ്റി, രണ്ടാമത്തെ വരയും മാറ്റി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു വര ഇവിടെ തന്നെ ഇട്ട് കൊടുത്തു, ഒരു വര ഇവിടെയും ഇട്ട് കൊടുത്തു. ഇപ്പോൾ എത്രയാണ് സംഖ്യ? ഇത് 751 അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 751. ഓക്കെ. ഇനി ഈ 101-ലെ 0-ലെ ഒരു വര മാത്രം എടുത്ത് 0-ൻ്റെ നടുക്ക് വെച്ചു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 191 കിട്ടി. നമ്മൾ നേരത്തെ 2 വരകളാണ് മാറ്റിയത്. അപ്പോൾ 751 ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? ഒറ്റൊരു വര മാത്രമാണ് മാറ്റിയത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ഇതേ രീതിയിൽ 101 ആക്കി വെച്ചിട്ട് നിങ്ങൾ വരകൾ മാറ്റി നോക്കുക. എന്നിട്ട് ഏതൊക്കെ സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. ഓക്കെ. നെക്സ്റ്റ്, തുടക്കം മുതൽ ഒടുക്കം വരെ ചിത്രം നോക്കൂ. വരച്ചു തുടങ്ങിയാൽ തീരുന്നത് വരെ പെൻസിൽ കടലാസിൽ നിന്നും എടുക്കാൻ പാടില്ല. വരച്ച വരയിലൂടെ വീണ്ടും വരക്കാനും പാടില്ല. വരക്കാൻ എത്ര സമയമെടുത്തു? അപ്പോൾ ഈ പിക്ചർ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ വരക്കുക, ഇതിൻ്റെ മുകളിലൂടെ വരക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? വരച്ച വരയിലൂടെ വീണ്ടും വരക്കാനും പാടില്ല. ഞാനിവിടെ വരക്കുന്ന നോക്കുക. അപ്പോൾ ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വരച്ചു. ഞാനിവിടെ കംപ്ലീറ്റ് വരച്ചു. വരച്ച വരയിലൊന്നും വരച്ചില്ല. അപ്പം എനിക്ക് വരക്കാൻ വേണ്ടി എത്ര സമയമെടുത്തു? ഞാനിവിടെ 12 സെക്കൻഡാണ് എടുത്തത്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ വരക്കണമെന്നില്ല, ഒരുപാട് രീതിയിൽ നമുക്ക് വരക്കാം. ഞാൻ വേറൊരു വഴി കൂടി കാണിച്ചു തരാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വന്നു. ഇതിലും ഞാൻ വരച്ച വരയിൽ വീണ്ടും വരച്ചില്ല അല്ലേ? അപ്പോൾ എനിക്ക് എത്ര? 10 സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, നമുക്കും ക്ലോക്ക്. നിധിയുടെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലോക്ക് ഉണ്ടാക്കുകയാണ്. 11 മണിക്ക് ക്ലോക്ക് ഉണ്ടാക്കി തുടങ്ങണം. 2 മണിക്കൂറാണല്ലോ സമയം. എത്ര മണിക്ക് ഉണ്ടാക്കി കഴിയും? അപ്പോൾ എത്ര മണിക്കാണ് ഉണ്ടാക്കി കഴിയുക? 11 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ, 11 മണി 12 മണിയായി. പിന്നെ 1 മണിക്ക് തീരും അല്ലേ? 2 മണിക്കൂർ എടുക്കുമ്പോൾ 1 മണിക്കാണ് തീരുക. അപ്പോൾ ഈ 1 മണി എന്നുള്ളത് ക്ലോക്കിൽ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മണി എങ്ങനെയാണ് വരക്കുക? ചെറിയ സൂചി 1ൻ്റെ അടുത്ത് വരക്കുക, വലിയ സൂചി മിനിറ്റ് സൂചി 12ൻ്റെ അടുത്ത്, മണിക്കൂർ സൂചി 1ൻ്റെ അടുത്തും. ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. 1 മണിക്കൂർ എന്നത് 60 മിനിറ്റാണ്. ശരിക്കും ശ്രദ്ധിക്കുക, 1 മണിക്കൂർ 60 മിനിറ്റാണ്. അപ്പം ഇവരുടെ ക്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം മിനിറ്റിൽ എഴുതുക. അപ്പം എത്ര മണിക്കൂറാണ് ഇവർ എടുത്തത്? 2 മണിക്കൂറാണ് എടുത്തത് അല്ലേ? അപ്പോൾ 2 മണിക്കൂർ എത്ര മിനിറ്റ് ആയിരിക്കും? 1 മണിക്കൂർ 60 മിനിറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ 60 കൂട്ടിക്കഴിഞ്ഞാൽ 120 മിനിറ്റ് ആയിരിക്കും അല്ലേ? 2 മണിക്കൂർ 120 മിനിറ്റ് കൊണ്ടാണ് ഇവർ ക്ലോക്ക് ഉണ്ടാക്കി പൂർത്തിയാക്കിയത്. അതായത് 11 മണിക്ക് തുടങ്ങിയിട്ട് 1 മണിക്ക് അവസാനിച്ചു. അപ്പോൾ 2 മണിക്കൂർ. ഈ 2 മണിക്കൂർ എന്നത് 120 മിനിറ്റാണ്. ഈ 120 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 120 മിനിറ്റ് എത്ര സെക്കൻഡാണ്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടാണ് ഇവർ ക്ലോക്ക് ഉണ്ടാക്കിയത്. അത് 120 മിനിറ്റാണ് അല്ലേ? ഈ 120 മിനിറ്റ് എത്ര സെക്കൻഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 7200 സെക്കൻഡാണ് 120 മിനിറ്റ്. ഇതെങ്ങനെ കിട്ടി നോക്കാം നമ്മൾക്ക്. അതായത് 1 മിനിറ്റ് 60 സെക്കൻഡ് കൂടിയാലാണ് 1 മിനിറ്റ് ആകുന്നത്. അപ്പം ഇവിടെ എത്ര മിനിറ്റാണുള്ളത്? 120 മിനിറ്റ് അല്ലേ? അപ്പം 120 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും? 60 ഗുണിക്കണം 120 അല്ലേ? 60 ഗുണിക്കണം 120 എത്രയായിരിക്കും? 60 ഗുണിക്കണം 120 7200. ഇങ്ങനെയാണ് 7200 സെക്കൻഡ് കിട്ടിയത് അല്ലേ?
അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? 60 സെക്കൻഡ് കൂടിക്കഴിഞ്ഞാലാണ് 1 മിനിറ്റ് ആകുന്നത്. 60 സെക്കൻഡ് കൂടിയതാണ് 1 മിനിറ്റ്. ഇങ്ങനെയുള്ള 60 മിനിറ്റുകൾ കൂടിയതാണ് എന്ത്? 1 മണിക്കൂർ. 60 മിനിറ്റുകൾ കൂടിയിട്ടാണ് 1 മണിക്കൂർ ആകുന്നത്. ഇങ്ങനെ 24 മണിക്കൂറുകൾ കൂടിയതാണ് 1 ദിവസം. പിന്നെന്ത് പഠിച്ചു നമ്മൾ? ഒരു ദിവസം, അതായത് ക്ലോക്കിൽ ഒരു ദിവസമാകാൻ വേണ്ടി ക്ലോക്കിൽ മണിക്കൂർ സൂചി 2 തവണ കറങ്ങുന്നുണ്ട്. 2 തവണ വട്ടം ചുറ്റുന്നു. പിന്നെ മിനിറ്റ് സൂചി എത്ര തവണ കറങ്ങുന്നു ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ? മിനിറ്റ് സൂചി 24 തവണ കറങ്ങുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സെക്കൻഡ് സൂചിയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾക്ക് നോക്കാം സെക്കൻഡ് സൂചി. നിധി ഉണ്ടാക്കിയ ക്ലോക്ക് നോക്കൂ. നിധി ഉണ്ടാക്കിയ ക്ലോക്കിൽ സെക്കൻഡ് സൂചി 9-ൽ നിന്ന് 12-ൽ എത്താൻ എടുക്കുന്ന സമയം ഡാഷ് സെക്കൻഡാണ്. അപ്പം ഇവിടെ എത്ര സെക്കൻഡാണ് 9 ഉള്ളത്? ഈ ചുവപ്പ് നേരിയ സൂചിയാണ് അല്ലേ സെക്കൻഡ് സൂചി. അപ്പോൾ ഈ സൂചി 9-ൽ നിന്ന് 12-ൽ എത്താൻ വേണ്ടി എത്ര സെക്കൻഡാണ് എടുക്കുക? 9-ൽ നിന്ന് 10-ലേക്ക് എത്താൻ വേണ്ടി 5 സെക്കൻഡാണ്. പിന്നെ 11-ലേക്ക് 5 സെക്കൻഡ്, 12-ലേക്ക് 5 സെക്കൻഡ്. അപ്പോൾ 3 5 കൂടിക്കഴിഞ്ഞാൽ 15 സെക്കൻഡ്. 15 സെക്കൻഡാണ് എടുക്കുന്നത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് സൂചി ക്ലോക്കിൽ ഒരു തവണ ഇങ്ങനെ 12-ൽ തുടങ്ങി 12 വരെ ചുറ്റുന്നു. അപ്പോൾ 60 സെക്കൻഡാണ് എടുക്കുന്നത്. അതായത് 12-ൽ നിന്ന് 1-ലേക്ക് എത്താൻ വേണ്ടി 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ് ഇങ്ങനെ വന്ന് 12-ൽ എത്തുമ്പോൾ 60 സെക്കൻഡ് ടൈം എടുത്തിട്ടാണ് ഒരു തവണ ചുറ്റുന്നത്. അപ്പോൾ 60 സെക്കൻഡാണ് ഒരു തവണ ചുറ്റാൻ എടുക്കുന്നത്. 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണല്ലേ. അപ്പോൾ 1 മിനിറ്റ് സമയം എടുത്തിട്ടാണ് സെക്കൻഡ് സൂചി ക്ലോക്കിൽ ഒരു തവണ ചുറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ സെക്കൻഡ് സൂചി എത്ര തവണ ചുറ്റുന്നുണ്ടാകും ഒരു ദിവസം? 1 മിനിറ്റ് കൊണ്ടാണ് ഒരു തവണ ചുറ്റുന്നത്. അപ്പം എത്ര മിനിറ്റ് കൂടിയതാണ് ഒരു മണിക്കൂർ? 60 മിനിറ്റ് കൂടിയതാണ് 1 മണിക്കൂർ അല്ലേ? 60 മിനിറ്റ് കൂടിയതാണ് 1 മണിക്കൂർ. അപ്പം 1 മണിക്കൂറാകുമ്പോൾ എത്ര തവണ ചുറ്റും സെക്കൻഡ് സൂചി? 60 തവണ ചുറ്റും അല്ലേ? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് ഒരു ദിവസം അല്ലേ? ഇങ്ങനെ 24 മണിക്കൂറാകാൻ വേണ്ടി സെക്കൻഡ് സൂചി എത്ര തവണ ചുറ്റണം? 1 മണിക്കൂറേക്ക് 60 തവണ. അപ്പോൾ 24 മണിക്കൂറേക്ക് 60 ഗുണിക്കണം 24. 60 ഗുണിക്കണം 24 എത്രയാണ്? 1440 തവണ കറങ്ങുന്നുണ്ട് സെക്കൻഡ് സൂചി ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ. ഇത് നമ്മൾക്കിവിടെ പഠിക്കാനില്ല, ഞാനിവിടെ പറഞ്ഞു തന്നതാണ്. നമ്മൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും പഠിച്ചു. മണിക്കൂർ സൂചി 2 തവണ, മിനിറ്റ് സൂചി എത്ര? 24 തവണ കറങ്ങുന്നുണ്ടല്ലേ? ഓക്കെ. ഇനി ഇവിടെ ഈ ക്ലോക്കിലുള്ള സമയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോക്കിലെ സമയം എത്രയാണ്? 1 മണി എത്തിയിട്ടില്ല അല്ലേ? 12 കഴിഞ്ഞിട്ട് 1-ൻ്റെ അടുത്ത് എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ 12 മണിയാണ്. 12 മണി കഴിഞ്ഞിട്ട് എത്ര മിനിറ്റാണ്? 11-ൻ്റെ അടുത്താണ് മിനിറ്റ് സൂചി ഉള്ളത് അല്ലേ? 11-ൻ്റെ അടുത്താണ് മിനിറ്റ് സൂചി ഉള്ളത്. അപ്പോൾ 11-ൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, 11 എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പം 11-ൻ്റെ അടുത്ത് എത്തുമ്പോൾ 55 മിനിറ്റാണ് അല്ലേ? അപ്പോൾ 55 മിനിറ്റ് ആയിട്ടില്ല, 54 മിനിറ്റ് ആയതേ ഉള്ളൂ. 54 മിനിറ്റ്. ഇനി സെക്കൻഡ് സൂചി എവിടെയാണ് ഉള്ളത്? 9-ൻ്റെ അടുത്ത്. 9-ൻ്റെ അടുത്താകുമ്പോൾ 45 സെക്കൻഡ് അല്ലേ? അപ്പോൾ എത്രയാണ് ടൈം ഇവിടെ? 12 മണി 54 മിനിറ്റ് 45 സെക്കൻഡ്. ഇനി നെക്സ്റ്റ് മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാൻ വേണ്ട സമയം ഡാഷ് മണിക്കൂർ. മണിക്കൂർ സൂചി ഉണ്ടല്ലോ, ഈ മണിക്കൂർ സൂചി ഏറ്റവും ചെറിയ സൂചി ഇങ്ങനെ 12-ൻ്റെ അടുത്തും തുടങ്ങി 12-ൽ വീണ്ടും എത്താൻ വേണ്ടി എത്ര സമയമാണ്, എത്ര മണിക്കൂറാണ് വേണ്ടത്? 12 മണിക്കൂർ അല്ലേ? ഇനി മിനിറ്റ് സൂചിയോ എത്ര മണിക്കൂറാണ് വേണ്ടത് ഒരു തവണ കറങ്ങാൻ വേണ്ടി? മിനിറ്റ് സൂചി 12-ൽ തുടങ്ങി വീണ്ടും 12-ൽ എത്താൻ വേണ്ടി 60 മിനിറ്റാണ്, അതായത് 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂർ. ഇനി സെക്കൻഡ് സൂചി ഒരു തവണ കറങ്ങുമ്പോൾ 12-ൽ തുടങ്ങി വീണ്ടും 12-ൽ എത്തുമ്പോൾ എത്ര മിനിറ്റാണ്? അതായത് ഈ 12-ൽ തുടങ്ങി ഇവിടെ എത്തുമ്പോൾ 5, 10, 15, 20, 25 അങ്ങനെ പോയി 60 സെക്കൻഡാണ് എടുക്കുന്നത്. 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റാണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് സൂചി 1 മിനിറ്റ്. ക്ലോക്കിലെ 3 സൂചികളിൽ ഏറ്റവും വണ്ണം കുറഞ്ഞതും നീളം കൂടിയതുമായ സൂചിയാണ് സെക്കൻഡ് സൂചി. ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ്? സെക്കൻഡ് സൂചിയാണ് ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി. ഓക്കെ. നെക്സ്റ്റ് ക്ലോക്ക് നോക്കൂ, സമയം എഴുതൂ. നിങ്ങളിവിടെ ക്ലോക്ക് നോക്കിയിട്ട് സമയം എഴുതുക. അപ്പോൾ മണിക്കൂർ സൂചി, മണിക്കൂർ എത്രയാണ്? 3 കഴിഞ്ഞു 4-ൻ്റെ അടുത്ത് എത്താനായതാണ്. അപ്പോൾ നമ്മൾ 4 എഴുതാൻ പാടില്ല, 3 എഴുതേണ്ടത്. 3 മണിക്കൂർ. ഇനി മിനിറ്റ് സൂചി എവിടെയുള്ളത്? 6-ൻ്റെ അടുത്ത് അല്ലേ? 6-ൻ്റെ അടുത്താകുമ്പോൾ 1-ൻ്റെ അടുത്താകുമ്പോൾ 5 മിനിറ്റ്, 2 10, 3 15, 4 20, 5 25, 6 30. അപ്പോൾ 30 മിനിറ്റ്. സെക്കൻഡ് എത്രയാണ്? സെക്കൻഡ് സൂചി 3-ൻ്റെ അടുത്താണ്. അപ്പോൾ 15 സെക്കൻഡ്. ഇനി നെക്സ്റ്റ് അടുത്തത് 10 മണിക്കൂർ സൂചി 10-ൻ്റെ അടുത്താണ് ഉള്ളത് അല്ലേ?
അപ്പോൾ 10 മണിക്കൂർ. ഇനി മിനിറ്റ് സൂചി 2ൻ്റെ അടുത്താണ് 10 മിനിറ്റ്. സെക്കൻഡ് സൂചി 4 കഴിഞ്ഞിട്ട് ഒരു 2 പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 4ൻ്റെ അടുത്താകുമ്പോൾ 20, അത് കഴിഞ്ഞിട്ട് 2 കൂടി, അപ്പോൾ 22 സെക്കൻഡ്. ഓക്കെ. നെക്സ്റ്റ് സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കൂ. അപ്പോൾ സമയം 12 മണി 50 മിനിറ്റ് 30 സെക്കൻഡാണ് വരയ്ക്കേണ്ടത്. ഇതെങ്ങനെ വരക്കാം? ഫസ്റ്റിൽ 12 മണി വരക്കാൻ പാടില്ല അല്ലേ, കാരണം 50 മിനിറ്റായി. 12 മണി കഴിഞ്ഞ് 50 മിനിറ്റായി. 12 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആകുമ്പോൾ 1 മണിയായി. അപ്പോൾ 1ൻ്റെ അടുത്തല്ല വരക്കേണ്ടത്, 12ൻ്റെ അടുത്തും അല്ല വരക്കേണ്ടത്. എന്താണ്? 12 കഴിഞ്ഞ് 1ൻ്റെ അടുത്ത് എത്താനാകുന്നിടത്താണ് മണിക്കൂർ സൂചി വരക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾക്ക് മിനിറ്റ് സൂചി വരക്കാം. അതുകൊണ്ട് ആദ്യം എത്രയാണ്? മിനിറ്റ് സൂചി 50 മിനിറ്റാണ്. അപ്പം 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10ൻ്റെ അടുത്താണ് വരിക അല്ലേ. അപ്പോൾ 10ലേക്ക് വരക്കുക. ഇനി മണിക്കൂർ സൂചി 12ൻ്റെ 1ൻ്റെ അടുത്ത് എത്താനാകും അല്ലേ. അപ്പോൾ മണിക്കൂർ സൂചി 1ൻ്റെ അടുത്തേക്ക് വരക്കുക. നെക്സ്റ്റ് 30 സെക്കൻഡാണ്. 30 സെക്കൻഡിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ 6ൻ്റെ അടുത്തേക്ക് സെക്കൻഡ് സൂചി 6ലേക്ക് വരക്കുക. നെക്സ്റ്റ് ഇവിടെ 6 മണി 5 മിനിറ്റ് 16 സെക്കൻഡ് അല്ലേ. അപ്പം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ 6 കഴിഞ്ഞിട്ട് കുറച്ച് കഴിയും അല്ലേ. മണിക്കൂർ സൂചി 6ൻ്റെ അടുത്തേക്ക് വരക്കാം. ഫസ്റ്റിൽ മിനിറ്റ് സൂചിയാണ് വരക്കേണ്ടത്. അപ്പോൾ മിനിറ്റ് സൂചി 5 ആകുമ്പോൾ 1ൻ്റെ അടുത്തേക്കാണ് മിനിറ്റ് സൂചി 1ലേക്ക് വരക്കുക. നെക്സ്റ്റ് മണിക്കൂർ സൂചി വരക്കാം. ഏതിലേക്കാണ്? 6ൻ്റെ അടുത്ത് തന്നെ വരക്കാം, കാരണം 6 5 എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് എത്രയാണ്? 16 സെക്കൻഡ് അല്ലേ. 16 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞിട്ട് 1. നെക്സ്റ്റ് പസിൽ കോർണർ. 1 മണിക്കൂർ മുമ്പ് സമയം 10 മണി 15 മിനിറ്റ് ആയിരുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും? അപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് സമയം 10 മണി 15 മിനിറ്റ്. അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും സമയം? 11 മണി 15 മിനിറ്റ് ആയിരിക്കും ഇപ്പോഴല്ലേ. 1 മണിക്കൂർ മുമ്പാണല്ലോ 10 മണി 15 മിനിറ്റ്. അപ്പോൾ ഇപ്പോൾ സമയം 11:15. ഇനി എന്താണ്? 2.5 മണിക്കൂർ കഴിഞ്ഞാൽ എത്രയാകും? ഇപ്പോൾ 11:15 ആണല്ലോ. ഇതിൻ്റെ കൂടെ 2.5 മണിക്കൂർ കൂട്ടുക. 11ൻ്റെ കൂടെ 2 മണിക്കൂർ കൂട്ടിയാൽ എത്രയാണ്? 12 1 മണി. ഇനി എന്ത് ചെയ്യണം? 2.5 മണിക്കൂർ ഉണ്ട് അല്ലേ. 2 മണിക്കൂറേ കൂട്ടിയുള്ളൂ. ഇനി അരമണിക്കൂർ കൂട്ടുക. 15ൻ്റെ കൂടെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണ്. അപ്പോൾ 15ൻ്റെ കൂടെ 30 മിനിറ്റ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 45 മിനിറ്റ്. അപ്പോൾ സമയം എത്രയായിരിക്കും? 1:45. ഓക്കെ. നെക്സ്റ്റ് പലതുള്ളി പെരുവെള്ളം. ഈ ടാപ്പിൽ നിന്നും 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളം വീതം ഒഴുകിപ്പോകുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്ര മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോകും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 മിനിറ്റിനെ സെക്കൻഡ് ആക്കുക അല്ലേ. 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് എന്നുള്ളത് അതിനെ നമ്മൾ സെക്കൻഡ് ആക്കിയാൽ മതിയല്ലോ. 10 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് 60 സെക്കൻഡാണ് അല്ലേ. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 10 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും? 10 ഗുണിക്കണം 60. 10 ഗുണിക്കണം 60 എത്രയാണ്? 600 സെക്കൻഡ് അല്ലേ. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 10 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 600 സെക്കൻഡാണ് 10 മിനിറ്റ്. അപ്പോൾ 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ സെക്കൻഡ് ആക്കി. 10 മിനിറ്റ് 600 സെക്കൻഡ് കൊണ്ട് എത്ര മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോകും? 600 മില്ലി ലിറ്റർ വെള്ളം. 600 മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോകും അല്ലേ. നെക്സ്റ്റ് സെക്കൻഡുകൾ മാത്രം. സെക്കൻഡ് സൂചി 12ൽ നിന്നും 1 എടുക്കുന്ന സമയം. അതായത് സെക്കൻഡ് സൂചി ഉണ്ടല്ലോ, സെക്കൻഡ് സൂചി 12ലാണുള്ളത്. ഇത് 1ലേക്ക് എത്താൻ വേണ്ടി എത്ര സമയമാണ് എടുക്കുക? 5 സെക്കൻഡ് അല്ലേ. അപ്പം 5 സെക്കൻഡ്. ഇനി സെക്കൻഡ് സൂചി 12ൽ നിന്നും 2 10 സെക്കൻഡ്. സെക്കൻഡ് സൂചി 12ൽ തുടങ്ങി 15 സെക്കൻഡ് ആകുമ്പോൾ ഏത് സംഖ്യക്ക് നേരെ എത്തും? 5 10 15. 15 ആകുമ്പോൾ എവിടെ എത്തുക? 3 ഇനി സെക്കൻഡ് സൂചി വട്ടത്തിൻ്റെ പകുതി ഭാഗം ഈ വട്ടത്തിൻ്റെ പകുതി ഭാഗം കറങ്ങാൻ വേണ്ട സമയം എത്രയാണ്? 30 സെക്കൻഡ്. ഓക്കെ. നെക്സ്റ്റ് പാചക മത്സരം. സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്നവർ ഒത്തുചേർന്നപ്പോൾ പലതരം പായസം ഉണ്ടാക്കി. പാചകം തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ. അപ്പോൾ ഈ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്നത് പാചകം, അതായത് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയമാണ്. എത്രയാണ് ടൈം? 10:30 5 സെക്കൻഡും അല്ലേ. അതായത് 10:30 5 സെക്കൻഡും. ഇനി ഇവർ പറയുകയാണെന്ത്? ഞാൻ 2 മണിക്കൂർ 10 സെക്കൻഡ് കൊണ്ട് തീർത്തു. അതായത് ഇവർ പായസം ഉണ്ടാക്കിയിട്ട് 2 മണിക്കൂറും 10 സെക്കൻഡും കൊണ്ട് തീർത്തു. അപ്പോൾ ഇവർ എത്ര മണിക്കായിരിക്കും പായസം ഉണ്ടാക്കി തീർത്തത്? അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എപ്പോഴാണ് തുടങ്ങിയത്? 10:30 5 സെക്കൻഡ് അല്ലേ. എത്ര മണിക്കൂർ കൊണ്ടാണ്? 2 മണിക്കൂറും 10 സെക്കൻഡുമാണ് എടുത്തത് അല്ലേ. മിനിറ്റ് ഇല്ല, 10 സെക്കൻഡും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 10:30ൻ്റെ കൂടെ ഈ 2 മണിക്കൂർ കൂട്ടുക. എത്രയായിരിക്കും കിട്ടുക? 10ൻ്റെ കൂടെ 2 മണിക്കൂർ കൂട്ടുമ്പോൾ 12 മണിയായി. ഇനി മിനിറ്റ് 30 തന്നെയാണ്. 12:30. സെക്കൻഡ് എത്രയാണ്? 5ഉം 10ഉം 25 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് സമയം വരിക? 12 30 25. 12 മണി 30 മിനിറ്റ് 25 സെക്കൻഡ്. അപ്പോൾ ഈ 12 മണി 30 മിനിറ്റ് 25 സെക്കൻഡ് നിങ്ങൾ ക്ലോക്കിൽ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ക്ലോക്കിലെ ടൈം ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഇനി നെക്സ്റ്റ് ഇവരെന്താണ് പറയുന്നത്, എനിക്ക് 132 മിനിറ്റ് 35 സെക്കൻഡ് മതിയായിരുന്നു പായസം ഉണ്ടാക്കി കഴിയാൻ വേണ്ടി. ഇവർക്ക് 132 മിനിറ്റ് 35 സെക്കൻഡാണ്. അപ്പോൾ എത്ര മണിക്കാണ് തുടങ്ങിയത്? 10:30 5 സെക്കൻഡ് അല്ലേ. അപ്പോൾ ഈ 10:30 5 സെക്കൻഡിൻ്റെ കൂടെ എത്ര കൂട്ടുക? 132 മിനിറ്റ് നമ്മൾക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഈ 132 മിനിറ്റിനെ മണിക്കൂർ അടുക്കുക. 132 മിനിറ്റ് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ 60 മിനിറ്റാണ്, 2 മണിക്കൂർ 120 മിനിറ്റാണ്. അപ്പോൾ 132 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂറും പിന്നെ എത്രയാണ്? 120ൻ്റെ കൂടെ 12 കൂടെ കൂട്ടുമ്പോഴാണ് 132 അല്ലേ. അപ്പോൾ 2 മണിക്കൂറും 12 മിനിറ്റും പിന്നെ 35 സെക്കൻഡുമാണ് ഇയാൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 10 മണിയുടെ കൂടെ 2 മണിയും കൂടെ കൂട്ടുമ്പോൾ 12 മണി അല്ലേ. ഇനി 30 മിനിറ്റും 12 മിനിറ്റും എത്രയാണ്? 42 മിനിറ്റ്. ഇനി സെക്കൻഡ് എത്രയാണ്? 5 35 40. അപ്പോൾ എത്രയാണ് ടൈം? 12 42 40. അപ്പോൾ സെക്കൻഡ് രണ്ടാമത്തെ ആൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞത് എപ്പോഴാണ്? 12 42 40. അത് ക്ലോക്കിൽ മാർക്ക് ചെയ്യുക. ക്ലോക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത ആൾ പറയുന്നത് 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുമ്പ് എൻ്റെ പാചകം കഴിഞ്ഞു. അപ്പോൾ ഇവർ ശരിക്കും എപ്പോഴാണ് ഇവരുടെ പാചകം തീർന്നത്? 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുമ്പ്. അപ്പോൾ എത്രയാണ് ഇയാളുടെ ടൈം ശരിക്കും വരുന്നത്? ഇവരുടെ ടൈം 2 മണിക്കൂർ എടുത്തില്ല അല്ലേ പായസം ഉണ്ടാക്കാൻ വേണ്ടി. 2 മണിക്കൂർ തികച്ചു എടുത്തില്ല. അപ്പോൾ 2 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റും 45 സെക്കൻഡും കുറവുണ്ട്. അപ്പോൾ 2 മണിക്കൂറിനെ നമ്മൾക്ക് 2 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റ് 45 സെക്കൻഡ് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ 2 മണിക്കൂറിൽ നിന്ന് കുറക്കാൻ പറ്റില്ല. 2 മണിക്കൂറിനെ മിനിറ്റ് ആക്കണം. 2 മണിക്കൂർ എത്ര മിനിറ്റാണ്? 120 മിനിറ്റാണ് അല്ലേ. 120 മിനിറ്റ് 0 സെക്കൻഡാണ് 2 മണിക്കൂർ. ഇനി എത്രയാണ് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്? 20 മിനിറ്റ് 45 സെക്കൻഡ് കുറക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുക? ഇത് 60 60 മിനിറ്റ് കൂടിയാലാണ് 1 മണിക്കൂർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 60, അപ്പോൾ 60ൽ നിന്ന് 45 കുറച്ച് കഴിഞ്ഞാൽ 15ആണ്. അപ്പോൾ ഇവിടുന്ന് 1 കുറഞ്ഞു, ഇതിൽ നിന്ന് 1 കുറയും. 120 എന്നുള്ളത് 119 ആകും. അപ്പോൾ ഇവിടെ 99 15ആണ് കിട്ടുക. 99 മിനിറ്റും 15 സെക്കൻഡും എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 60 മിനിറ്റാണ് 1 മണിക്കൂർ അല്ലേ. അപ്പോൾ 1 മണിക്കൂറും പിന്നെ ബാക്കി 39 മിനിറ്റ് ഉണ്ട് അല്ലേ. 1 മണിക്കൂറും 39 മിനിറ്റും 15 സെക്കൻഡുമാണ് ഇയാൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. 1 മണിക്കൂറും 39 മിനിറ്റും 15 സെക്കൻഡും. ഓക്കെ. ഇനിയിപ്പോൾ തുടങ്ങിയത് എപ്പോഴാണ്? 10:30 തുടങ്ങിയത് അല്ലേ. 10:30 5 പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത്. ഇത് കൂട്ടണം. ഇതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 1 മണിക്കൂർ 39 മിനിറ്റ് 15 സെക്കൻഡ് കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 12 മണി 9 മിനിറ്റ് 20 സെക്കൻഡിനാണ് ഇവർ പായസം ഉണ്ടാക്കി തീർന്നത്. അപ്പോൾ മൂന്നാമത്തെ ആളുടെ ടൈം എത്രയാണ്? 12 9 20. അത് ക്ലോക്കിൽ ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് നാലാമത്തെ ആൾ എന്താണ് എപ്പോഴാണ് ഉണ്ടാക്കി കഴിഞ്ഞത്? ഇയാൾ പറയുന്നു എനിക്ക് 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡും വേണ്ടി വന്നു അല്ലേ. അപ്പം 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡുമാണ് എടുത്തത്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 10:30 അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 25ഉം 5ഉം 30 സെക്കൻഡ് വരും. പിന്നെ മിനിറ്റ് എത്രയാണ്? 30ഉം 50ഉം 80 വരും. 80 എഴുതാൻ പറ്റില്ല, കാരണം 60 മിനിറ്റ് കൂടുമ്പോൾ 1 മണിക്കൂറായല്ലോ. അപ്പം 60ന് ഇപ്പുറത്തേക്ക് കൊടുക്കുക. ബാക്കി വരുന്ന 20 ഇവിടെ എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? ഈ 10ഉം 1ഉം 11ഉം ഇപ്പുറത്തുനിന്ന് കിട്ടിയ 60 ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നുകൂടെ ഇവിടെ കൊടുക്കുക. അപ്പോൾ 12 20 30 ലാസ്റ്റ് ആളുടെ ടൈം. ഇനി അപ്പോൾ നാലാമത്തെ ആളുടെ ടൈം വരുന്നത് 12 20 30. അപ്പോൾ അത് ക്ലോക്കിൽ ഇങ്ങനെയാണ് വരിക. ഓരോരുത്തരും ഉണ്ടാക്കി തരുന്ന സമയം അടുത്തുള്ള ക്ലോക്കിൽ വരക്കും നമ്മൾ വരച്ച് കാണിച്ചു അല്ലേ. പാചകത്തിന് വേണ്ടി വന്ന ഏറ്റവും കൂടുതൽ സമയം എത്രയാണ്? രണ്ടാമത്തെ ആളുടെ 12 42 40 ഏറ്റവും കൂടുതൽ സമയം. ഏറ്റവും കുറവ് സമയം ആർക്കാണ്? മൂന്നാമത്തെ ആളുടെ 12 9 20 അല്ലേ ഏറ്റവും കുറവ് സമയം. ഓക്കെ. ഇനി നെക്സ്റ്റ് നോട്ടീസ് ബോർഡാണ്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടീസ് ബോർഡ് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 20/12/2025 ഇതൊരു തീയതി എഴുതിയതാണ് അല്ലേ, ഡേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഡേറ്റ് എഴുതുന്നത്? ഫസ്റ്റിൽ ദിവസം എഴുതും അല്ലേ, നെക്സ്റ്റ് മാസം എഴുതും, നെക്സ്റ്റ് വർഷം എഴുതും. ഇതിൽ 20-ാം തീയതി 12ാമത്തെ മാസം, അതായത് ഡിസംബർ മാസത്തിലെ 20ാമത്തെ ദിവസം 2025 വർഷത്തിൽ, അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ, സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾക്ക് എങ്ങനെയും എഴുതാം, മാസം ദിവസം വർഷം എന്ന ക്രമത്തിൽ എഴുതുന്ന രീതിയും ഉണ്ട്. അതായത് ഫസ്റ്റിൽ മാസം എഴുതും, പിന്നെ ദിവസം എഴുതും, പിന്നെ
വർഷം എഴുതും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പേര് കൊടുക്കേണ്ട അവസാന തീയതി ഏതാണ്. ഈ നോട്ടീസ് ബോർഡ് നിങ്ങൾ വായിക്കുക. ഇതിലെപ്പോഴാണ് പേര് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മത്സരത്തിന്? ഇന്ന് 1:30 മുമ്പായി ക്ലാസ് അധ്യാപകർക്ക് പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ ഈ നോട്ടീസ് അടിക്കുന്നത് 15/12-നാണ്. അപ്പോൾ ഏതാണ് ഡേറ്റ്? 15/12/2025. ഇനി സബ് ജില്ലാ മത്സരം 1/1/2026 നടക്കുന്നത്. അപ്പോൾ സ്കൂൾ മത്സരം കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് സബ് ജില്ലാ മത്സരം നടക്കുക? സ്കൂൾ മത്സരം എപ്പോഴാണ് നടക്കുന്നത്? 20/12/2025 നടക്കുമെന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം 20/12/2025 കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസമാണ് 1/1/2026 ആവുക? 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31 ഉണ്ടാകും അല്ലേ. ഡിസംബർ മാസം 31 ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 1 വരുന്നത് അല്ലേ. അപ്പോൾ എത്രാമത്തെ ദിവസമാണ്? 11ാമത്തെ ദിവസം. നെക്സ്റ്റ് പ്രവർത്തനം, കലണ്ടർ നോക്കൂ, കണ്ടുപിടിക്കും. ഈ വർഷത്തെ കലണ്ടർ നോക്കൂ. ഡിസംബർ 22 ഏത് ദിവസമാണ്? അപ്പോൾ നിങ്ങൾ ഈ വർഷത്തെ കലണ്ടർ നോക്കുക. അതിൽ ഡിസംബർ 22 ഏത് ദിവസമാണ് വരുന്നത്? തിങ്കളാഴ്ച അല്ലേ. നെക്സ്റ്റ് പ്രവർത്തനം, മാർച്ച് 28 വ്യാഴാഴ്ചയാണ്. മാർച്ച് 11 ഏത് ദിവസമായിരുന്നു? അത് നിങ്ങൾ കലണ്ടർ നോക്കിയിട്ട് ചെയ്യേണ്ടതല്ല ഇത്. അപ്പോൾ മാർച്ച് 28 വ്യാഴാഴ്ചയാണ് വരുന്നത്. അങ്ങനെയാണ് മാർച്ച് 11 ഏത് ദിവസമായിരുന്നു? ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ മാർച്ച് 28 വ്യാഴാഴ്ചയാണ്. ഇനി നെക്സ്റ്റ് ഇതിന് തൊട്ട് മുമ്പേയുള്ള വ്യാഴാഴ്ച ഏത് ദിവസമായിരിക്കും? 28-ൽ നിന്ന് 7 കുറക്കുക. അപ്പോൾ എത്രയാണ്? 21 അല്ലേ. അപ്പോൾ 21-ാം തീയതി വ്യാഴാഴ്ച ആയിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത അതിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച വരുന്നത് 21-ൽ നിന്ന് വീണ്ടും 7 കുറക്കുക. 14-ാം തീയതി വ്യാഴാഴ്ചയാണ് വരുന്നത് അല്ലേ. 14-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ 14-ാം തീയതി വ്യാഴാഴ്ച ആണെങ്കിൽ 13-ാം തീയതി ഏത് ദിവസമായിരിക്കും? ബുധനായിരിക്കും. 12-ാം തീയതി ചൊവ്വയായിരിക്കും. അപ്പോൾ മാർച്ച് 11 ഏത് ദിവസമായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും മാർച്ച് 11. നെക്സ്റ്റ്, ഇന്ന് ഞായറാഴ്ചയാണ്. 24-ാമത്തെ ദിവസം ഏതായിരിക്കും? അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നെക്സ്റ്റ് ഞായറാഴ്ച വരിക 8ാമത്തെ ദിവസമായിരിക്കും അല്ലേ. അതായത് ഇന്നിനെ നമ്മൾ ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ കൂടെ 7 കൂട്ടുക, 8ാമത്തെ ദിവസം ഞായറാഴ്ച ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത ഇതിൻ്റെ കൂടെ 7 കൂട്ടുക, 15ാമത്തെ ദിവസം ഞായറാഴ്ച ആയിരിക്കും. നെക്സ്റ്റ് 15ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം ഞായറായിരിക്കും. നെക്സ്റ്റ് അപ്പോൾ 22 ഞായറാണെങ്കിൽ 23 തിങ്കൾ, 24 ചൊവ്വ അല്ലേ. അപ്പോൾ ചൊവ്വാഴ്ചയാണ്. നെക്സ്റ്റ് കലണ്ടർ കണക്ക്. അപ്പോൾ കലണ്ടർ നിങ്ങളിവിടെ ഈ കലണ്ടർ നോക്കുക. കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ സെറ്റ് സംഖ്യകൾ നോക്കൂ. എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? അപ്പോൾ ഈ സെറ്റ് സംഖ്യ ഈ 3, 10, 17 ഇതിനെന്താണ് ബന്ധം? 3ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാലാണ് 10. അങ്ങനെ 7 കൂട്ടുന്ന പാറ്റേൺ ആണിത്. നെക്സ്റ്റ് 4, 12, 20 ഇതെന്താണ്? ഇത് 8 കൂട്ടുന്നത്. 4ൻ്റെ കൂടെ 8 കൂട്ടിയാലാണ് 12. നെക്സ്റ്റ് അടുത്ത എന്താണ്? 2ൻ്റെ കൂടെ 6 കൂട്ടിയാലാണ് 8. അപ്പം 6 കൂട്ടുന്ന പാറ്റേൺ ആണ് ഇത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന തുടർന്നുള്ള സംഖ്യകൾ എഴുതാമോ? ഇത് മുകളിൽ കലണ്ടറിൽ കാണിച്ചിരിക്കുന്ന പാറ്റേൺ തന്നെയാണ്. 3, 10, 17 പിന്നെ അടുത്ത് എന്താണ്? 24, 31. നെക്സ്റ്റ് 4, 12, 20 പിന്നെന്താണ്? 28 അല്ലേ. 28 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മാസത്തിൽ അടുത്ത അതിൻ്റെ തൊട്ട് താഴെയുള്ളതല്ല അതിൻ്റെ വലത്ത് ഭാഗത്തുള്ള വേണ്ടത് അല്ലേ. അപ്പോൾ 5 വരുന്നത്. നെക്സ്റ്റ് 2, 8, 14 പിന്നെ എത്രയാണ്? 14 കഴിഞ്ഞാൽ 20, 26 അല്ലേ. ഓക്കെ, ഇനി നിങ്ങളോട് ഇവിടെ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ കലണ്ടറിൽ നിന്ന്. എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? 5, 13, 21, 29 ഇതൊരു പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കലണ്ടറിൽ നിന്ന് പാറ്റേൺ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. റിവ്യൂ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ, നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ 5:30 വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ബസ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് 5:30 സ്കൂളിൽ തിരിച്ചെത്തി. യാത്രയ്ക്കെടുത്ത സമയം എത്ര? അപ്പോൾ നിധിയുടെ സ്കൂളിൽ നിന്ന് രാവിലെ 5:30 പുറപ്പെട്ട ബസ് എപ്പോഴാണ് തിരിച്ചെത്തിയത്? വൈകിട്ട് 5:30. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് യാത്രക്കെടുത്ത സമയം എത്ര എന്ന് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം? അതായത് ഒരു ക്ലോക്ക് നമ്മൾ സങ്കല്പിക്കുക. ക്ലോക്ക് ഇങ്ങനെ സങ്കല്പിക്കുന്നതാണെങ്കിൽ രാവിലെ 5:30 ഈ ക്ലോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നത് വീണ്ടും 5:30 അല്ലേ. അപ്പോൾ ഒരു ക്ലോക്ക് ഫുള്ള് റൗണ്ട് ചെയ്യുന്ന സമയം അല്ലേ. അപ്പോൾ എത്രയാണ് ടൈം എടുക്കുക? 12 മണിക്കൂർ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മണിക്കൂർ സൂചി 7-ൽ നിന്ന് തുടങ്ങി 3-ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ മണിക്കൂർ സൂചി 7-ലാണുള്ളത്. ഈ 7-ൽ നിന്ന് മണിക്കൂർ സൂചി ഇങ്ങനെ കറങ്ങി വന്ന് 3-ൽ എങ്ങനെയാണ് എത്തുക? 7 കഴിഞ്ഞാൽ 8 ആകുമ്പോൾ 1 മണിക്കൂർ, 9 ആകുമ്പോൾ 2 മണിക്കൂർ, 10 ആകുമ്പോൾ 3 മണിക്കൂർ, 11 ആകുമ്പോൾ 4 മണിക്കൂർ, 12 ആകുമ്പോൾ 5 മണിക്കൂറായി. ഇനി ഈ 5ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ 8 മണിക്കൂറാണ് സമയം. നെക്സ്റ്റ് സെക്കൻഡ് സൂചി 5-ൽ തുടങ്ങി 11-ൽ എത്താനെടുക്കുന്ന സമയം ഡാഷ് സെക്കൻഡാണ്. അപ്പോൾ സെക്കൻഡ് സൂചിയുടെ കാര്യമാണ്. സെക്കൻഡ് സൂചി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 5-ൽ നിന്ന് തുടങ്ങി 6-ലെത്തുമ്പോൾ 5 സെക്കൻഡ്, 7-ലെത്തുമ്പോൾ 10 സെക്കൻഡ്, 8-ലെത്തുമ്പോൾ 15 സെക്കൻഡ്, 20 സെക്കൻഡ്, 25 സെക്കൻഡ്, 30 സെക്കൻഡ് അല്ലേ. അപ്പോൾ 11-ലെത്തുമ്പോൾ 30 സെക്കൻഡാണ് സമയം എടുക്കുന്നത്.
ഇത് ഡാഷ് മിനിറ്റാണ്. ഈ 30 സെക്കൻഡ് എന്നുള്ളത് എത്ര മിനിറ്റാണ്? അര മിനിറ്റാണ് അല്ലേ? നെക്സ്റ്റ് 2 മണിക്കൂർ മുൻപ് സമയം 9:30 ആയിരുന്നു. 3.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും? അപ്പോൾ 2 മണിക്കൂർ മുൻപ് സമയം 9:30 ഇപ്പോൾ എത്രയായിരിക്കും സമയം? ഈ 9:30ൻ്റെ കൂടെ 2 മണിക്കൂർ കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 11:30. 11:30 ഇപ്പോൾ സമയം. ഇനി 3.5 മണിക്കൂർ കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഈ 11:30ൻ്റെ കൂടെ 3.5 കൂടെ കൂട്ടുക അല്ലേ? 3:30 കൂടി കൂട്ടുക. ഇതിങ്ങനെ താഴെ കൂട്ടാൻ പറ്റില്ല, കാരണം അപ്പോൾ 12 കടക്കും അല്ലേ? നമ്മൾ ആ രീതി പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൂട്ടാം? 11:30ൻ്റെ കൂടെ 1 മണിക്കൂർ കൂട്ടുക. അപ്പോൾ എത്രയാകും? 12:30. 12:30ൻ്റെ കൂടെ 1 മണിക്കൂർ കൂടെ കൂട്ടുക. എത്രയാകും? 1:30. 1:30ൻ്റെ കൂടെ 1 മണിക്കൂർ കൂടെ കൂട്ടുക. 2:30. ഇനി ഒരു 30 മിനിറ്റ് കൂടെ കൂട്ടാണ്ടല്ലേ? അപ്പോൾ 3 മണിയാണ് സമയം. 3 മണിയാണ് ആൻസർ അല്ലേ? നെക്സ്റ്റ് ജനുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ച 2-ാം തീയതിയാണ്. വെള്ളിയാഴ്ച വരുന്ന മറ്റ് തീയതികൾ ഏതെല്ലാമാണ്? അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച 2-ാം തീയതിയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഏതായിരിക്കും? 2ൻ്റെ കൂടെ 7 കൂട്ടുക 9 അല്ലേ? നെക്സ്റ്റ് 9 കഴിഞ്ഞാൽ പിന്നെ 9ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 16, 23, 30 ഈ തീയതികളാണ് പിന്നെ വെള്ളിയാഴ്ച വരുന്ന ആ മാസത്തെ തീയതികൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 7-ാം തീയതി വ്യാഴാഴ്ച ആണെങ്കിൽ 17-ാം തീയതി ഏത് ദിവസമാണ്? 27-ാം തീയതി ഏത് ദിവസമാണ്? അപ്പം 7-ാം തീയതി വ്യാഴാഴ്ചയാണ് അല്ലേ? 7. നെക്സ്റ്റ് വ്യാഴാഴ്ച വരുന്നത് 7ൻ്റെ കൂടെ 7 കൂട്ടുക. അപ്പോൾ 14-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഇനി നെക്സ്റ്റ് 17-ാം തീയതിയാണ് കണ്ടത് അല്ലേ? അപ്പോൾ 14 വ്യാഴാഴ്ച ആണെങ്കിൽ 15 എന്തായിരിക്കും? വെള്ളി, 16 ശനി, 17 ഞായർ അല്ലേ? 17-ാം തീയതി ഞായറാഴ്ചയാണ്. 17-ാം തീയതി ഞായറാഴ്ചയാണ്. ഇനി 27-ാം തീയതി ഏത് ദിവസമായിരിക്കും? അതെങ്ങനെ കാണാം? നമുക്ക് 17-ാം തീയതി ഞായർ കിട്ടിയല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഞായർ വരിക എത്രയാണ്? 17ൻ്റെ കൂടെ വീണ്ടും 7 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 24. നെക്സ്റ്റ് നമ്മൾക്ക് 27-ാം തീയതിയല്ലേ കാണേണ്ടത്? അപ്പോൾ 24 ഞായറാണ്. 25 തിങ്കൾ, 26 ചൊവ്വ, 27 ബുധൻ അല്ലേ? അപ്പോൾ 27-ാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത്. നെക്സ്റ്റ് സമയം എഴുതൂ. ഇവിടെ നിങ്ങൾ ക്ലോക്ക് നോക്കുക, എന്നിട്ട് സമയം എഴുതുക. ക്ലോക്കിൽ മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? 5, 5ൻ്റെ 6ൻ്റെ ഇടയിലല്ലേ? അതായത് 6 എത്തിയില്ല, അപ്പോൾ 5 മണിയാണ്. ഇനി നെക്സ്റ്റ് മിനിറ്റ് എത്രയാണ്? 9 കഴിഞ്ഞു. 9ൻ്റെ അടുത്ത് എത്തുമ്പോൾ 45ആണ്. അപ്പോൾ 46, 47ലാണ് മിനിറ്റ് ഉള്ളത് അല്ലേ? ഇനി നെക്സ്റ്റ് സെക്കൻഡ് സൂചി 1, 1ൻ്റെ അടുത്ത് എത്തുമ്പോൾ 5ആണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ടുണ്ട്. 6, 7ലാണ് ഉള്ളത്, 7 സെക്കൻഡ്. നെക്സ്റ്റ് മണിക്കൂർ സൂചി 8 കഴിഞ്ഞിട്ടാണ് ഉള്ളത് അല്ലേ? അപ്പം 8 മണി. ഇനി മിനിറ്റ് എത്രയാണ്? 25 എത്തിയിട്ടില്ല, അപ്പോൾ 24ആണ് വരുന്നത് അല്ലേ? 24 മിനിറ്റ്. ഇനി സെക്കൻഡ് എവിടെയാണ്? 12ൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ സെക്കൻഡ് 00 പൂജ്യമാണ്. നെക്സ്റ്റ് സമയം നോക്കൂ, ക്ലോക്കിൽ വരക്കൂ. ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ക്ലോക്കിൽ വരക്കുക. എത്രയാണ്? 4 മണിയാണ് അല്ലേ? അപ്പോൾ 4 മണി 28 മിനിറ്റും ഉണ്ട്. അപ്പോൾ 28 മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റ് ആകുമ്പോൾ 4 കഴിഞ്ഞിട്ട് കുറച്ച് വരും മണിക്കൂർ സൂചി. 28 മിനിറ്റ്, അതായത് 20, 25, 5 കഴിഞ്ഞിട്ട് 3 പോയിൻ്റ് കൂടെ കഴിയണം അല്ലേ മിനിറ്റ് സൂചി. നെക്സ്റ്റ് 44 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ വരും 8 കഴിഞ്ഞിട്ട് 4 പോയിൻ്റ് കൂടെ കഴിയുക, 44 സെക്കൻഡ്. നെക്സ്റ്റ് എന്താണ്? 1 മണി അല്ലേ? 1 മണി എന്ന് പറയുമ്പോൾ 1 മണി കഴിഞ്ഞിട്ട് 45 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലാണ് വരിക. 2 എത്താനാകും. അപ്പോൾ മണിക്കൂർ സൂചി 2 എത്താനാകുന്നിടത്ത് കൊടുക്കുക. നെക്സ്റ്റ് മിനിറ്റ് സൂചി 45ലാണ്. അപ്പോൾ 9ൽ കൊടുക്കുക. 40 സെക്കൻഡാണ്. അപ്പോൾ 8ൽ കൊടുക്കുക അല്ലേ സെക്കൻഡ് സൂചി. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.